നമ്മൾ ഈ കാണുന്ന ഈ CCTV ദൃശ്യങ്ങൾ തിരുവാങ്കുളത്തു നിന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അംഗൻവാടിയിൽ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ആലുവയ്ക്ക് പോകാൻ വേണ്ടി അമ്മ വരുന്നതാണ്. ആ സമയം അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരുവാങ്കുളത്തു നിന്ന് ഒരു ബസ്സിലായിരിക്കണം ആലുവയിലേക്ക് പോയിട്ടുണ്ടാവുക. അതിനിടയിൽ എപ്പോഴും ആണ് കുഞ്ഞ് ഒപ്പമില്ല എന്ന് അമ്മ തിരിച്ചറിയുകയും ചെയ്യുന്നത്. ഇപ്പോൾ ശ്യാംകുമാർ ഒരിക്കൽ കൂടി ചേരുന്നു. ശ്യാമ, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ശ്യാമ, നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നാട്ടുകാർക്ക് ഒരുപക്ഷെ ഇവരോടൊപ്പം യാത്ര ചെയ്ത ആരെങ്കിലും ആ സമയത്തൊക്കെ ഒപ്പമുണ്ടായിരുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം നൽകാൻ കഴിയുമോ എന്നറിയില്ല. പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറയട്ടെ. കാണാതാകുന്ന സമയത്ത് ആ കുഞ്ഞ് ധരിച്ചിരുന്ന, അല്ലെങ്കിൽ ആ സമയത്തെ ചിത്രമാണിത്. ആ സമയത്ത് ഈ വസ്ത്രമായിരുന്നു കുഞ്ഞ് ധരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് ഇപ്പോൾ ആലുവയിലോ തിരുവാങ്കുളത്തു നിന്ന് ആലുവ ഭാഗത്തേക്കൊക്കെ പോയവരോ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക. നിങ്ങളോടൊപ്പം ഈ കുഞ്ഞും അമ്മയും യാത്ര ചെയ്തിട്ടുണ്ടോ, ബസ്സിലോ മറ്റോ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഓർത്തു നോക്കുക. അവരെവിടെങ്കിലും ഇറങ്ങിയതായി എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്ക് നൽകാൻ കഴിയുമെങ്കിൽ ഇപ്പോഴത്തെ സമയത്ത് അത് വലിയ ഉപകാരമായിരിക്കും. അതുകൊണ്ട് ദയവായി ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ യാത്രയ്ക്ക് സമയത്ത് എപ്പോഴെങ്കിലും എറണാകുളത്തു നിന്നോ അല്ലെങ്കിൽ ആലുവയിൽ നിന്നോ ഒക്കെ വരുന്ന വഴിക്ക് എപ്പോഴെങ്കിലും ഈ അമ്മയും കുഞ്ഞിനെയും നിങ്ങൾ കണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതായി CCTV ദൃശ്യങ്ങളിൽ കാണാം. ഒരു ബാഗുണ്ട് അമ്മയുടെ കയ്യിൽ, അത് മറ്റൊരു അടയാളം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അമ്മയും കുഞ്ഞിനെയും നിങ്ങൾ കണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ആലുവ റൂറൽ പോലീസിനെ, എറണാകുളം റൂറൽ പോലീസിനെ ആ വിവരങ്ങൾ അറിയിക്കുക. ഒരു നമ്പറുണ്ട് 0484262350 26235550. ഈ നമ്പറിൽ വിളിച്ച് ആ വിവരം അറിയിക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ സമയത്ത് കുഞ്ഞിനെ കാണാതാകുന്ന സമയത്ത് ഈ വസ്ത്രങ്ങളാണ് കുഞ്ഞ് ധരിച്ചിരുന്നത്. 3 വയസ്സുള്ളൂ. കല്യാണി എന്നാണ് പേര്. അമ്മയ്ക്കൊപ്പം തിരുവാങ്കുളത്ത് നിൽക്കുന്ന, അല്ല ആ സമയത്ത് പോകുന്ന ഒരു CCTV ദൃശ്യങ്ങളും കൂടി ലഭിച്ചിട്ടുണ്ട്. ശ്യാം തുടരുന്നുണ്ട്. ശ്യാമ, എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? നമ്മൾ കുറെ കൂടി വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാ ചിത്രങ്ങളും അതിന്റെ CCTV ഫുട്ടേജും ഒക്കെ നൽകുന്നുണ്ട് ശ്യാമ. വിജയകുമാർ, ഇപ്പോൾ അവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ആ കുട്ടിയെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും അമ്മയ്ക്ക് നൽകാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കുട്ടിയുടെ അമ്മ അല്പസമയം മുമ്പ് വീണ്ടും പോലീസിന് നൽകിയ ഒരു മൊഴി പ്രകാരം അച്ഛന്റെ വീട്ടിൽ നിന്നും കുട്ടിയെ, അതായത് ഭർത്താവിന്റെ വീടായ പുത്തൻകുരിശിൽ നിന്നാണ് കുട്ടിയെ ചെങ്ങമ്മനാടുള്ള കുറുമശ്ശേരിയിലേക്ക് എത്തിച്ചത് എന്നാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. ഇതിങ്ങനെ മൊഴി പലതവണ മാറ്റി പറയുന്നതാണ് ഇപ്പോൾ പോലീസിന് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള അന്വേഷണം തുടരുന്നുണ്ട്. കുട്ടിയുടെ ഇപ്പോൾ നമ്മൾ ഈ പുറത്ത് വിട്ടിരിക്കുന്ന ഈ CCTVയിൽ കാണാൻ സാധിക്കുന്നത് 3:20 അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത്. അതായത് അംഗനവാടിയിൽ നിന്ന് 3 മണിക്ക് കുട്ടിയെ വിളിച്ച ശേഷം 20 മിനിറ്റിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ്. അതിനും ശേഷമായിരിക്കണം അപ്പോൾ ബസ്സിൽ കയറിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നീട് എവിടെ വെച്ച് ഏത് റൂട്ടിലേക്ക് കയറിയപ്പോഴാണ് കുട്ടിയെ കാണാതായത് എന്നുള്ളത് നിലവിൽ വ്യക്തമല്ല. പക്ഷേ ഈ കുട്ടിയുടെ അമ്മ പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാൻ ഇപ്പോൾ പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രയ്ക്ക് വലിയ